എന്തോ നടു മറ്റേ അന്ന് ഇതിന്റെ സമയത്ത്. അതല്ലാതെ എന്റെ ദേഹത്ത് വേറെ ആരും തൊട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ലല്ലോ. ഷർട്ടിന്റെ ഉള്ളിൽ കൈയിട്ട സമയത്ത് നീ പറഞ്ഞില്ലേ? മനസ്സിലാവും കുളിക്കാൻ എന്ന് പറഞ്ഞ ഒരു ഇച്ചിരി നേരം കെട്ടിപ്പിടിച്ച് കിടക്കാൻ വേണ്ടി ഇയാള് പോടേ. ഷർട്ടിന്റെ ഉള്ളിൽ കൈ പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും വന്ന് ടെൻഷനായി. ഷർട്ടിന്റെ ഉള്ളില് ഉണ്ടായിട്ടില്ലല്ലോ എന്തോന്ന് അഭിജിത്ത് വന്നിട്ട് ആദ്യം പറഞ്ഞതേ ഇവള് ഷർട്ടിന്റെ ഉള്ളിൽ ഇവള് നിന്റെ ഷർട്ടിന്റെ ഉള്ളിൽ കൈയിട്ട ദിവസം എന്നൊക്കെ പറഞ്ഞു. അല്ല എന്താ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ എന്തോ കാണിച്ചു ചോദിച്ചു. അതായത് എന്താ പറഞ്ഞതെന്നറിയോ? ഇവള് ഇങ്ങനെ മറ്റേ ഇവളുടെ ഷർട്ടിന്റെ ഇതിവിടെ ഇങ്ങനെ അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ചെയ്യണേ, നിർത്താനങ്ങാണ്ട് നിൽക്കുന്ന പറഞ്ഞപ്പോ എന്താ ചെയ്യണമെന്ന് മനസ്സിലായില്ലേ, കാണണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നാ കാണിക്കില്ല. എന്നാ എത്ര പേരോട് ഞാൻ ആ ഡയലോഗ് പറയാം, നീ തന്നെ എത്ര ചെന്നോട് പറഞ്ഞ അങ്ങനെ പറയാം. കിടന്നാണ് എനിക്ക് നീ കാല് താഴെ ഞാൻ കാൽമണ്ട വെച്ചോട്ടെ. ഞാൻ എല്ലാവർക്കും അല്ല ജാസ്മിനെ ഞാൻ കടിക്കട്ടെ റസ്മിനെ, എന്റെ കടി അടിച്ച് എനിക്കൊരു സമാധാനം കിട്ടും. ഞാൻ കവളി കടിച്ചോട്ടെ റസ്മിനെ. പതുക്കെ കടിക്കോ പതുക്കെ കടിക്കോ. ഇവനെന്താണ് ഞാൻ കടിച്ചില്ല. എന്റെ കൈ എന്റെ കൈ ഒടിഞ്ഞ് എന്റെ കൈയുടെ കോലമാണോ? ഒരു കടി പ്ലീസ് പ്ലീസ്. പതുക്കെ കടിക്കണം. ഒന്നാമതാ പാവം കൊച്ചിന്റെ സ്കിന്ന് കൊല്ലോ നിനക്കുള്ളതല്ല. കൊല്ലോ ഞാൻ ഇങ്ങനെ ആക്കുന്ന ആരെയെന്നറിയാമോ? എൻ്റെ ഉമ്മായ. ഞാൻ പറഞ്ഞതൊന്നും നിനക്കുള്ളതല്ല. ഉമ്മായും സുലൂനെയൊക്കെ. ഉമ്മാനിങ്ങനെ കടിക്കോ നീ? ഉമ്മായ കടിക്കുന്നു, ഉമ്മായ കടിച്ചു പറിക്കും. ഉമ്മായ ഞാനോട് ജ്വല്ലറി പോയിരിക്കും, എവിടെയെങ്കിലും പോയിരിക്കും വിചാരിച്ചോ, ഇങ്ങനെ ആകുമ്പോൾ മതി ഒരു വെറുപ്പ്. പിന്നെ പൊന്നുവിനെ പരിസരം നോക്കത്തില്ല, മുതു പറഞ്ഞങ്ങ് വിളിക്കും. പിന്നെ വേദനയും കൊണ്ട് കുറച്ച് കഴിയും.